ഉള്ളാരും പറയില്ല, ഫ്രീക്വൻ്റ്ലി ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളാണ്. KL വണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പിടിച്ച് ഇടിയിട്ടു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് ഭൂട്ടാനിൽ നിന്നും പല സ്ഥലങ്ങളിലായിട്ടും കുറേ ആൾക്കാർ സ്മഗിൾ ചെയ്ത് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടുന്ന വണ്ടികളാണോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് അറിയാനാണ് ഇന്ന് രാവിലെ മുതൽ അവർ റെയ്ഡ് ചെയ്തത്. അപ്പോൾ വണ്ടി വന്നു, വണ്ടിയുടെ ഇപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ അവകാശം, അതായത് എൻ്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ 5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതിൻ്റെ 1999 ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അവർക്ക് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ ഓൺലൈനിൽ MVD വന്ന് ഇവിടെ അതിൻ്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, അതായത് 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. ഉള്ളാരും പറയില്ല, ഫ്രീക്വൻ്റ്ലി ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളാണ്. KL വണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പിടിച്ച് ഇടിയിട്ടു. പിന്നെ ഇപ്പോൾ അതർ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കോലം നമ്മൾ ആരും മൈൻഡ് പോലും പോലീസുകാർ ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി അറിയാം, ഓൾമോസ്റ്റ് എല്ലാ മാസവും എന്ന് പറഞ്ഞ് ട്രിപ്പ് പോകുന്ന ആളാണ്. അപ്പോൾ ഈ KL വണ്ടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇവിടെ ഒരു സ്വരൂപ് എന്ന് പറഞ്ഞ പയ്യനായിട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി മാത്രം ആരും പിടിക്കില്ല, നേരെ മറിച്ച് KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് ചെക്കിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് കൊണ്ടാണ്, അതായത് ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി അഭ്യാസം കൂടുതലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പുറത്തു പോയ ആൾക്കാരാണെങ്കിൽ അറിയാം.